good morning. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീക്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ഗേറ്റിന്റെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ പവർ ഇലക്ട്രോണിക്സിൽ വരുന്ന MCQ സെറ്റ് 5 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First one, a DC chopper has a resistive load of R is equal to 10 ohm and the input voltage Vs is equal to 220 volt. When the chopper switch remains on state, its voltage drop VCH, chopper across ആയിട്ട് വരുന്ന voltage drop ആണ് equal to 2 volt. If the duty cycle is 50%, determine its average output voltage V0. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് റെസിസ്റ്റീവ് ലോഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. R ന്റെ വാല്യൂ 10 ohm തന്നിട്ടുണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് 220 തന്നിട്ടുണ്ട്. ചോപ്പർ എന്ന് പറയുന്നത് ഒരു ഓൺ സ്റ്റേറ്റിൽ നമുക്ക് വരുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ് VCH is equal to 2 volt ആണ്. ഡ്യൂട്ടി സൈക്കിൾ 50% ആണെങ്കിൽ what is the output voltage ആണ്, ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഓപ്ഷൻ സി 109 വോൾട്ടേജ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ നോക്കാം. അപ്പോൾ ഒരു DC ചോപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. എന്തിനാണ്? ഒരു പ്യുവർ DCനെ ഒരു പൾസേറ്റിംഗ് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് DC ചോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? V0 ആവറേജ് is equal to V0 into T on by T ആണ് അല്ലേ. അപ്പോൾ നമുക്ക് V0 ആവറേജ് is equal to V0 into D. അപ്പോൾ T on എന്ന് പറയുന്നത് ഓൺ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അതാണ് അതിന്റെ ഡ്യൂട്ടി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ D എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂട്ടി സൈക്കിൾ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ഒരു DC ചോപ്പറിന്റെ എന്ത് ഫിഗർ വരുന്നത്. ഓക്കെ, ഇപ്പൊ ചോപ്പറിന്റെ ഒരു ഡയോഡ്, ഒരു ഇൻഡക്ടർ, റെസിസ്റ്റീവ് ലോഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്, ഇൻപുട്ട് വോൾട്ടേജും തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? V0 ആവറേജ് is equal to V0 into D ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന സോഴ്സ് വോൾട്ടേജ് എത്രയാണ്? 220 വോൾട്ടേജ് ആണ്. ചോപ്പറിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് 2 വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പൊ ചോപ്പർ ഓൺ സ്റ്റേറ്റിലാണെങ്കിൽ V0 is equal to എന്താണ്? Vs minus VCH ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 220 minus 2 that is equal to 218 വോൾട്ട് ആണ് വരുന്നത്. ഇപ്പൊ ചോപ്പർ എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റിലാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? 0 വോൾട്ടേജ് ആണ്. അപ്പൊ വേവ് ഫോം എങ്ങനെ വരുന്നത്? നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 218 വരുന്നുണ്ട്, ഓഫ് സ്റ്റേറ്റിൽ 0 ആയിരിക്കും. അഗൈൻ ഓൺ സ്റ്റേറ്റിൽ എനിക്ക് 218 വരുന്നുണ്ട്, അഗൈൻ 0 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ വരുന്നത്? V0 into ടോട്ടൽ ടൈം അല്ലെങ്കിൽ ഡ്യൂട്ടി റേഷ്യോ ആണ്. അപ്പോൾ 218 into 50% അല്ലേ, അപ്പോൾ 0.5/T വരും. അപ്പോൾ 218 എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഹാഫ് 109 വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് V0 is equal to എത്രയാണ്? 109 V ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ സ്റ്റെപ്പ് ഡൗൺ TC chopper with a resistive load, when the duty cycle is increased, the average value of the output voltage. അപ്പോൾ നമുക്ക് ഒരു DC ചോപ്പറിന്റെ ഒരു റെസിസ്റ്റീവ് ലോഡ് ആയിട്ടുള്ള ഒരു DC ചോപ്പറിന്റെ ഡ്യൂട്ടി സൈക്കിൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് അബൌട്ട് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? ഔട്ട്പുട്ട് ആവറേജ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? നമുക്ക് ഡിക്രീസസ്, റിമൈൻസ് സെയിം, സീറോ, ഇൻക്രീസസ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ആകും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് അത് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആവറേജ് ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ V0 is equal to D into Vin minus Vd ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡ്യൂട്ടി സൈക്കിൾ ആണ്. അപ്പൊ D ഇൻക്രീസ് ആയിട്ടെങ്കിൽ എന്താണ്? അതിനനുസരിച്ച് V0 ഔട്ട്പുട്ട് വോൾട്ടേജും ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻക്രീസ് ആകും. ഓക്കെ, V0 എന്ന് പറയുന്നത് ആവറേജ് ലോഡ് വോൾട്ടേജ് ആണ്, D is the duty cycle, Vin is the input voltage and Vd is the voltage drop across the switch in the on condition. Vd എന്ന് പറയുന്നത് ആ ഒരു ഓൺ കണ്ടീഷനിൽ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് സ്വിച്ചിന് അക്രോസ് ആയിട്ട് വരുന്നത്. ഓക്കെ, okay, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A DC-DC buck converter operates in continuous mode. It has 48 voltage input voltage and it feeds a resistive load of 24 ohm. The switching frequency of the converter is 250 Hz. If switch on for duration 1 milliseconds, the load power. Okay, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ലോഡ് പവർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ ഒരു റെസിസ്റ്റീവ് ലോഡ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് 48 V തന്നിട്ടുണ്ട്, റെസിസ്റ്റീവ് ലോഡിന്റെ വാല്യൂ 24 ohm ആണ്, സ്വിച്ചിങ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, Fs is equal to 250 Hz തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്യൂറേഷൻ, ഓൺ ടൈം ഡ്യൂറേഷൻ നമുക്ക് 1 milliseconds തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോഡ് പവർ എത്രയാണെന്നാണ്. സോ ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. 24 വാട്ട് ആണ് നമുക്ക് വരുന്ന ലോഡ് പവറിനുള്ള ആൻസർ. ഓക്കെ, കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഒരു ബക്ക് കൺവേർട്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണെങ്കിൽ V0 is equal to T on by T into Vi ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ D എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂട്ടി സൈക്കിൾ ആണ്, T on by T. അപ്പൊ ലോഡ് പവർ P0 is equal to V0 into I0 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് D എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി റേഷ്യോ, V0 is the average output voltage, Vi input voltage, T on എന്ന് പറയുന്നത് ഓൺ ടൈം ആണ്, T എന്ന് പറയുന്നത് ടോട്ടൽ ടൈം പീരീഡ് ആൻഡ് I0 is the output current. നമുക്ക് കാൽക്കുലേറ്റ് നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇൻപുട്ട് വോൾട്ടേജ് 48 തന്നിട്ടുണ്ട്, റെസിസ്റ്റീവ് ലോഡ് 24 ആണ്,
ഫ്രീക്വൻസി നമുക്ക് 250 ഹെർട്സ് ആണ്. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. t is equal to 1/f ആണ് അല്ലേ. അപ്പോൾ 1/250 എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്നത് 4 മില്ലി സെക്കൻഡ്സ് ആണ് എനിക്ക് വരുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത്. സ്വിച്ചിങ് ഓൺ എന്ന് പറയുന്നത് ഓൺ ടൈമിൽ വരുന്നത് 1 മില്ലി സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ ഡെൽ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡി ആണ്, ക്യാപിറ്റൽ ഡി എന്ന് പറയാം നമുക്ക്. ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു ഓൺ ബൈ ടൈം പീരീഡ് ആണ് അല്ലേ. അപ്പോൾ ഓൺ ടൈം എന്ന് പറയുന്നത് 1 ആണ്, ടോട്ടൽ ടൈം പീരീഡ് 4. അപ്പോൾ ഡെൽ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു 1/4 ഇസ് ഈക്വൽ ടു 0.25 ആണ് എനിക്ക് വരുന്ന ഡ്യൂട്ടി റേഷ്യോ അല്ലേ. അപ്പോൾ ഒരു ബക്ക് കൺവേർട്ടറിലാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 RMS ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽ ഇൻറ്റു VS ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 0.25 ഇൻറ്റു VS എന്ന് പറയുന്നത് 48, ദാറ്റ് ഇസ് ഈക്വൽ ടു 24 വരുന്നുണ്ട്. അപ്പോൾ ലോഡ് പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? V0 RMS ബൈ R ആണ്. അപ്പോൾ V0 RMS നമുക്ക് കിട്ടിയത് 24 ആണ് അല്ലേ. അപ്പോൾ 24 സ്ക്വയർ ബൈ 24. അപ്പോൾ ഇതിലൊരു സ്ക്വയറും ഇതിലൊരെണ്ണം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വരുന്ന ആൻസർ 24 വാട്ട് ആണ് വരുന്ന ഔട്ട്പുട്ട് പവർ അല്ലെങ്കിൽ ലോഡ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ സിംഗിൾ ഫേസ് ഫുൾ കൺവെർട്ടർ ഈസ് ഫെഡ് ടു എ DC മോട്ടർ. The average speed of the motor is 0 when the firing angle is. അപ്പോൾ ഒരു സിംഗിൾ ഫേസ് ഫുൾ കൺവെർട്ടർ നമ്മളൊരു DC മോട്ടറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഉണ്ടാവുന്ന ആവറേജ് മോട്ടറിന്റെ സ്പീഡ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 0 ആണ്. അത് ഒരു ഫയറിംഗ് ആംഗിൾ ഏതൊരു ആംഗിളിലാവുമ്പോഴായിരിക്കും നമുക്ക് ആവറേജ് സ്പീഡ് ഓഫ് ദ മോട്ടർ എന്ന് പറയുന്നത് 0 ആവുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രിയിലാണ് നമുക്ക് വരുന്ന ഫയറിംഗ് ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആവറേജ് സ്പീഡ് ഓഫ് ദ മോട്ടർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിവൈസ് സർക്യൂട്ടിൽ ഔട്ട്പുട്ട് റെക്ടിഫയർ എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രൈവിനെ, അതായത് ഒരു മോട്ടോർ സർക്യൂട്ടിനെയാണ് ഡ്രൈവ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് ദ റെക്ടിഫയർ, അതായത് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മോട്ടറിലേക്കുള്ള ഇൻപുട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് ദ സിംഗിൾ ഫേസ് റെക്ടിഫയർ എങ്ങനെയാണ്? V0 average is equal to 2Vm by pi cos alpha എന്നാണ്. 2Vm by pi into cos alpha. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ റെക്ടിഫയർ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ മോട്ടറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. നമുക്കതിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് ആയിട്ട്. സോ n ആണ് നമുക്ക് വരുന്ന സ്പീഡ് എങ്കിൽ n is directly proportional to 2Vm by pi into cos alpha. n എന്ന് പറയുന്നതാണ് ആ ഒരു മോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ cos alpha എന്ന് പറയുന്നത് എന്താണ്? ഫയറിംഗ് ആംഗിൾ ആണ്. സോ for alpha is equal to 90 degree, n is equal to 0. കാരണം cos alpha cos 90 ആണ് 0 വരുന്നത്. അപ്പോൾ എപ്പോഴാണോ എനിക്ക് ഈ ഒരു ടേം 0 ആവുന്നത് അപ്പോഴാണ് എനിക്ക് സ്പീഡ് എന്ന് പറയുന്നത് 0 ആവുള്ളൂ. സോ n is equal to 0 at alpha is equal to 90 ഡിഗ്രിയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The function of a filter capacitor in a rectifier circuit is to reduce. ഒരു ഫിൽറ്റർ കപ്പാസിറ്റർ റെക്ടിഫയർ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ കപ്പാസിറ്ററിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു റെഡ്യൂസ് ദി റിപ്പിൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. റെക്ടിഫയറിൽ ഫിൽറ്റർ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടു റെഡ്യൂസ് ദി റിപ്പിൾ. ഓക്കെ, അതിലുണ്ടാവുന്ന റിപ്പിൾസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കൂ, ഒരു കപ്പാസിറ്റർ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു റെക്ടിഫയർ സർക്യൂട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫിൽറ്റർ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടു റെഡ്യൂസ് ദി റിപ്പിൾ വോൾട്ടേജിൽ ഉണ്ടാകുന്ന ആ റിപ്പിളുകൾ ഉണ്ടാവില്ല, അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞാൽ അത് AC സിഗ്നലിനെ അലോ ചെയ്യുകയും DC സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്? ഇറ്റ് പാസസ് ദ AC സിഗ്നൽ ബട്ട് ബ്ലോക്സ് ദ DC സിഗ്നൽ എന്നാണ്. അതേപോലെ തന്നെ കപ്പാസിറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്ടിഫയർ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയർ DC വോൾട്ടേജ്. അതായത് ഫുൾ വേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സൈക്കിളും പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുവെങ്കിൽ ദാറ്റ് ഈസ് എ ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിപ്പിൾ, ഇതിനൊക്കെ നമ്മൾ റിപ്പിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റിപ്പിൾ ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് എനിക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് എന്താണെന്ന് അറിയാം. x is equal to 1/j omega c ആണ്. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി ആൻഡ് c is the capacitance ആണ്. അപ്പോൾ ഒരു DC സിഗ്നൽ ആണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ xc എന്ന് പറയുന്നത് എന്താണ്? ഇൻഫൈനിറ്റ്ലി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് തിയററ്റിക്കൽ. 1/j omega c അല്ല, ഒമേഗ എന്ന് പറയുന്നത് 0, അപ്പോൾ 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ AC സിഗ്നൽ നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് ഒമേഗ is equal to omega 1 ആണ്. If omega 1 larger ആണെങ്കിൽ xc എന്ന് പറയുന്നത് നമുക്ക് സ്മോൾ ആയിരിക്കും. ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഒമേഗയുടെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താവും? 1 ലാർജ് വാല്യൂ ആണ്. അപ്പൊ xcയുടെ വാല്യൂ എന്തോ കുറയും, കാരണം ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇംപിഡൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആവും. അതേസമയം അപ്പൊ AC സിഗ്നലിനെ പാസ് ചെയ്യുകയും കപ്പാസിറ്ററിൽ നിന്ന് പാസ് ചെയ്യുന്നുണ്ട്, DC സിഗ്നൽസിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഉണ്ടാവുന്ന റിപ്പിൾസ്, ആ ഒരു റെക്ടിഫയർ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന റിപ്പിൾസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളൊരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ഫിൽറ്റർ കപ്പാസിറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. റെക്ടിഫയർ സർക്യൂട്ടിൽ റിപ്പിൾ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ MCQ പവർ ഇലക്ട്രോണിക്സിന്റെ MCQ ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.